ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നോൺ വെജ് പിക്കിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പിക്കിളായിരിക്കുള്ളൂ ചെമ്മീൻ അച്ചാർ അല്ലേ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിലും ഞാനതിവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടിട്ട് നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉപ്പുമുളകൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മീനും ചെമ്മീനും ഒക്കെ ഒത്തിരി നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കില്ല കേട്ടോ. ഏകദേശം ഒരു 50 to 30 മിനിറ്റ് ഒക്കെ വെക്കുള്ളൂ. ഇതപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈമിനുള്ളിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 15 പച്ചമുളക് ഏകദേശം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് എത്ര അല്ലി ഉണ്ടെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്തപ്പോൾ ഏകദേശം ഒരു 30 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനച്ചാർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓയിലിൽ തന്നെയാണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതും അച്ചാറൊക്കെ റെഡിയാക്കുന്നതും ഈ ഓയിലിൽ തന്നെയാണ്. ഓയിൽ മീഡിയം ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെമ്മീത്തിൻ്റെ വേവാണ് കേട്ടോ. അതായത് ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അധികം ടൈമും എടുക്കാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയിട്ടൊരു 10 മിനിറ്റ് അത്രയ്ക്ക് മതി. പിന്നെ നമ്മൾ അച്ചാർ റെഡിയാക്കുമ്പോൾ അത് കുക്കായിട്ട് വന്നോളൂ. അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് റബ്ബർ ടൈപ്പ് ആവുന്നത്. അതായത് ചെമ്മീൻ നമ്മൾ കടിക്കുമ്പോൾ റബ്ബർ ടൈപ്പ് ആ ഒരു ഇത് ഫീൽ ചെയ്യും നമുക്ക്. ചെമ്മീൻ അച്ചാറിന് എപ്പോഴും ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ 80% ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 6 ഉണക്കമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തുകളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ചെമ്മീൻ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുമ്പോഴൊക്കെ തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഒരു ചെറിയ മുറി തേങ്ങയുടെ കൊത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ കയ്യിൽ വെച്ച് ഇളക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും കേട്ടോ. ഒരു കിളികില സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ മൂപ്പിച്ചെടുക്കേണ്ടത്. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3/4 ഗ്ലാസ് ചൊറുക്ക കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചൊറുക്കൊക്കെ നന്നായിട്ട് ചെമ്മീത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചിലവർക്ക് ഡ്രൈ ആയിട്ടുള്ള പിക്കിളായിരിക്കുള്ളൂ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നിങ്ങൾക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി.
ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ചെമ്മീത്തിൽ ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു സ്റ്റേജിലാണ് ഞാൻ പിക്കിൾ എടുക്കുന്നത് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഗ്രേവിയിൽ ഉപ്പ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഒത്തിരി ഗ്രേവിയൊക്കെ ഉള്ള പിക്കിളായിരിക്കുമല്ലോ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം, അതായത് 2.5 ഗ്ലാസ്സിന് പകരം 3.5 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നിങ്ങൾക്കിത് ഇറക്കി വയ്ക്കാം. ഇതൊന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടെ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പിക്കിൾ റെഡിയാക്കി എടുക്കാം. ഞാനപ്പോൾ ഒന്നുകൂടെ തിക്കായിട്ടാണ് കേട്ടോ പിക്കിൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ പിക്കിൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എരിവൊക്കെ വേണമെങ്കിൽ, എരിവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയിൽ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചിട്ടാൽ മതി. ഉപ്പാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ചൊറുക്ക തിളപ്പിച്ച് ആറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീനച്ചാർ റെഡിയാക്കാനായിട്ട്. വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ മാറി കിട്ടട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. വളരെ ഈസിയാണ് കേട്ടോ ചെമ്മീനച്ചാർ റെഡിയാക്കാനായിട്ട്. ഇടാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, ചൊറുക്കൊഴിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഗ്രേവിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. അതായത് ചെമ്മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ ഞാൻ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അച്ചാറാണ് ഞാൻ പറഞ്ഞത്. വെള്ളമൊക്കെ വറ്റിയിട്ട് മസാലയൊക്കെ നന്നായിട്ട് ചെമ്മീനിൽ പുരണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയോടുകൂടിയും അതല്ല ഗ്രേവി ഇല്ലാതെയും നല്ല ടേസ്റ്റി തന്നെയാണ് ഈ അച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.